രംഭ, മേനക, പന്ത് എന്നിവരുടെ നൃത്തച്ചുവടുകളാൽ അനുഗ്രഹീതമായ ദേവലോകം. എന്നാലും മഹർഷി അവിടെ മാവേലി സൂപ്പർ കമ്പ്യൂട്ടർ ഇറക്കി. എന്ത് സൂപ്പർ കമ്പ്യൂട്ടറോ? എന്താണത്? കഴിഞ്ഞാൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി അതിന്റെ പരിഹാരം കമ്പ്യൂട്ടർ. ആ സൂപ്പർ കമ്പ്യൂട്ടർ ഉള്ളത് കൊണ്ടാണോ മാവേലി ഇത്രയധികം ഫേമസ് ആയത്? നീ ഇവിടെ സൈഡാക്കിന്റെ ലേലത്തിൽ പിടിച്ച പീട്ടും മിഷൻ പിടിച്ചിരുന്നില്ല. ഇതിനൊരു പ്രതിവിധിയില്ലേ മഹർഷി? ഒരാളുണ്ട് നമ്മളെ സഹായിക്കാൻ. ഒരു 6 അടി പൊക്കം, കൈയും കാലും ദിമാതിരി സൈസ. എന്നാൽ ഉടൻ തന്നെ അതിനുള്ള കൊട്ടേഷൻ കൊടുക്കൂ. എന്നാൽ ഞാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും സൂപ്പർ കമ്പ്യൂട്ടറുമായി മാവേലി ഫേമസ് ആയി. രക്ഷിക്കണം പ്രഭു, രക്ഷിക്കണം. വൈദ്യുതി എന്തു പറ്റി നിനക്ക്? പരാതി ഉണ്ടെങ്കിൽ ഒരു മെയിലയച്ച പോരായിരുന്നു. രക്ഷിക്കണം പ്രഭു, നാളെ ക്ലാസ് ടെസ്റ്റാ. ആയിരുന്നു സപ്ലി എഴുതിയാ മതിയല്ലോ. ഇത് മിസ്സായ സെമിനാർ എടുപ്പിക്കും. സെമിനാർ എന്താണ് ചെയ്യേണ്ടത്? ഈ പെൺഡ്രൈവ് ഒന്ന് കുത്തി സ്ലൈഡുകൾ പഠിക്കാൻ എനിക്കൊരു സിസ്റ്റം കിട്ടിയിരുന്നെങ്കിൽ. നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടർ തന്നെ ആയിക്കോട്ടെ. എന്താ അത് വേണോ പ്രഭു? സാരമില്ല. അവന്റെ ഇത്തിരി പോന്ന ഈ പെൻഡ്രൈവ് കൊണ്ട് അവൻ എന്ത് ചെയ്യാനാണ്? അറ്റ്ലീസ്റ്റ് ആ AVG ഒന്ന് സ്കാൻ ചെയ്യുകയെങ്കിലും ചെയ്യും. എന്തിനടാ അപ്പി, അതിന്റെ ആവശ്യങ്ങളുണ്ടാ? അയ്യോ അയ്യോ, എന്റെ സൂപ്പർ കമ്പ്യൂട്ടർ പോയേ. അയ്യോ, എന്റെ എല്ലാം പോയേ. ഇതില്ലാതെ ഞാൻ ഇനി എങ്ങനെ എന്റെ പ്രജകളെ സേവിക്കും? ഞാൻ പോവാ. ഞാനിനി ഇവിടേക്കില്ല. അരുത് അരുത് പ്രഭു, പോകരുത്. പ്രജകൾക്കെല്ലാം താങ്കളെ വലിയ ഇഷ്ടമാണ്. അതിനാൽ എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ ഇന്ത്യൻ നാളിൽ ശരി. അതെ, ഒരു കാര്യം ചോദിച്ച സത്യം പറയൂ. വാമൻ എവിടെ നിന്ന് കിട്ടി ഈ സ്ലൈഡുകൾ? അയ്യേ, അത് നമ്മുടെ ടെർമിനൽ ആവിന്നാ.